നോയ്സ് പുറത്തിറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ബഡ്സ് VS102 എലൈറ്റ് എന്ന ഒരു കിഡിലൻ ബഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. VS102 സീരീസിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണിത്. അപ്പോൾ ഈ ഒരു ബഡ്സ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. നല്ല ഓഫറിൽ ഇപ്പോൾ ഇത് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ട ശേഷം ഈ ഒരു ബഡ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഇതിൻ്റെ ഓഫർ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വളരെ പെട്ടെന്ന് ഈ ഒരു ബഡ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ബോക്സിന് മുകളിലായിട്ട് നമുക്ക് നോയ്സിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. ബഡ്സിൻ്റെ കുറേ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ബഡ്സിൻ്റെ നല്ലൊരു ഇമേജ് വന്നിട്ടുണ്ട്. ബഡ്സ് VS102 എലൈറ്റ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഈ ഒരു വശത്തേക്ക് വരുമ്പോഴും നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. പിറകിലോട്ട് വരുമ്പോഴും ബ്രാൻഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ റിവ്യൂ യൂണിറ്റ് ആയിട്ട് കിട്ടുന്ന പ്രൊഡക്ട്സ് എല്ലാം നല്ല ഓഫർ പ്രൈസിൽ നമ്മുടെ ആളുകൾക്ക് കൊടുക്കാറുണ്ട്. അത് നമ്മുടെ ഓഫർ കാർട്ട് എന്ന പ്ലാറ്റ്ഫോം വഴിയാണ് അപ്ഡേറ്റ് തരാറുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല താഴെ കമൻറ്റ് ബോക്സിൽ ആ ഒരു ചാനലിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബഡ്സ് നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്പൺ ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പാക്കിംഗ് ആണ്. ഈ ഒരു പേപ്പർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ബഡ്സ് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു പിങ്ക് കളർ വേരിയൻ്റ് ആണ് കേട്ടോ നമ്മുടെ പക്കലുള്ളത്. അപ്പോൾ ഈ ഒരു ബഡ്സ് നമുക്കൊന്ന് സൈഡിലോട്ട് വെക്കാം. ബഡ്സിനെ കൂടാതെ നമുക്ക് ഈ ഒരു പാക്കിൽ കിട്ടുന്നത് ഇവിടെ നമുക്ക് എക്സ്ട്രാ ഇയർ ടിപ്സ് ഒക്കെ ഇവിടെ തന്നെ കാണാനായിട്ട് പറ്റും. ഈ ഒരു പാക്കറ്റിനകത്ത് നമുക്ക് എക്സ്ട്രാ ഇയർ ടിപ്സ് ആൻഡ് ഓൾസോ നമുക്ക് ഈ ഒരു ചാർജിങ് കേബിൾ കിട്ടാനാണ് സാധ്യത. ഇതിനകത്ത് നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് നമുക്ക് ഈ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ നമുക്ക് എക്സ്ട്രാ ഇയർ ടിപ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇയറിൻ്റെ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഇതിൽ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ള ഇയർ ടിപ്സ് ഒക്കെ നഷ്ടപ്പെടുകയാണെങ്കിലൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു പാക്കറ്റിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഇതല്ലാതെ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് പിന്നെ കിട്ടുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്കിത് കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് നമുക്ക് ബുക്ക് മൈ ഷോയുടെ ഒരു വൗച്ചർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വൗച്ചർ നിങ്ങൾക്ക് സ്കാൻ ചെയ്തുകൊണ്ട് കൂപ്പൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വൗച്ചറിന് പുറമെ നമുക്ക് പിന്നെ കിട്ടുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. സ്റ്റിക്കേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാണ്. ഈ ഒരു യൂസർ മാനുവൽ വഴി നമുക്ക് ഇതിൻ്റെ വാറണ്ടി ക്ലെയിം ചെയ്യണം. അതായത് വാറണ്ടി ക്ലെയിം ചെയ്യുന്നതിനായിട്ട് ഇവിടെ നിങ്ങൾക്കൊരു QR കോഡ് കാണാനായിട്ട് പറ്റും. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടാണ് വാറണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോയ്സിൻ്റെ പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വാറണ്ടി രജിസ്റ്റർ ചെയ്യുന്നു എന്ന കാര്യം തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തണം. ഒരു ക്രോം ഫിനിഷോട് കൂടിയാണ് കേട്ടോ ഈ ഒരു ബഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ സീലിങ്ങനെ ഒന്ന് ക്വിക്കായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല സ്റ്റൈലൻ ലുക്കിലുള്ള ബഡ്സ് കേട്ടോ. നമ്മുടെ പക്കൽ ഇതിൻ്റെ 2 കളർ വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു പിങ്ക് കളർ വേരിയൻ്റ് ആണ്. കേസ് നിങ്ങൾക്ക് കാണാം നല്ല സ്റ്റാൻഡേർഡ് ബിൽഡ് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നോയ്സിൻ്റെ ബ്രാൻഡിങ് ഈ ഒരു ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം ഫിനിഷാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ട് കാണാനായിട്ട് പറ്റും. ചാർജിങ് ലൈറ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. നല്ല സ്റ്റൈലൻ ലുക്കിലുള്ള ഒരു കേസാണ്. അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനു മുമ്പ് ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കേസാണ്. മാത്രമല്ല നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങുന്ന ഒരു കേസാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പോക്കറ്റിലിടാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അതായത് ബൾക്കി ആയിട്ടുള്ള കേസല്ല, നോർമൽ കേസാണ്. ഇനി നമുക്ക് ഈ ബഡ്സ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇവിടെ ഉൾവശത്തായിട്ട് നമുക്ക് ആ ഒരു ഗ്ലോസി ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഈ ഒരു കളർ കോംബോ തന്നെ നമുക്ക് ഈ ഒരു ബഡ്സിനകത്തും വന്നിട്ടുണ്ട്. എനിക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല ഒരു ഫീൽ ഗുഡ് ബഡ്സ് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നോയ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ ഇവിടെയും കാണാനായിട്ട് പറ്റും. നല്ല ഇയർ ടിപ്സൊക്കെ നല്ല ഫേമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബഡ്സ് നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബഡ്സ് നമുക്ക് ചെവിയിൽ ഉള്ളിലേക്കൊക്കെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. നല്ലപോലെ ഫിറ്റായിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. നല്ലപോലെ ഫേമായിട്ട് പ്രോപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ജിമ്മിന് പോകുന്ന സമയത്തോ, കാരണം ബഡ്സ് നമ്മൾ ഔട്ട്ഡോർ കണ്ടീഷനിൽ നല്ല പോലെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ചെവിയിൽ നല്ലപോലെ പ്രോപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, ചെവിയിൽ നല്ലപോലെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ടച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഏകദേശം 50 hours ഓഫ് പ്ലേ ടൈം ഈ ഒരു ബഡ്സ് നമുക്ക് പ്രോമിസ് നൽകുന്നുണ്ട്. IP-X5 റേറ്റിംഗ് ഇതിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല നല്ല മികച്ച ഓഡിയോ എക്സ്പീരിയൻസിനായിട്ട് 11mm ഡ്രൈവറാണ് ഇതിൽ വന്നിട്ടുള്ളത്. വെറും 10 മിനിറ്റ് മാത്രം നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ 120 മിനിറ്റ് വരെ പ്ലേ ടൈം തരുന്ന ഒരു കിഡിലൻ ബഡ്സ് ആണിത്. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഈ ഒരു ബഡ്സിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബഡ്സ് ഇപ്പം കൊടുക്കുന്നത് നല്ല മികച്ച ഓഫർ പ്രൈസിലാണ്. മാത്രമല്ല ഇത്തരത്തിൽ നമ്മൾ റിവ്യൂ യൂണിറ്റ് ആയിട്ട് കിട്ടുന്ന പ്രൊഡക്ട്സ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓഫർ കാർഡ് പ്ലാറ്റ്ഫോമുകളിലൂടെ മികച്ച ഡിസ്കൗണ്ടിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഗ്രാബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഓഫർ കാർഡിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബഡ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വേരിയൻറ്റ് 5.3 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള കണക്ടിവിറ്റി ഇതിൽ കിട്ടും. ഇപ്പോൾ ഞാൻ ഈ ഒരു ബഡ്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പെയർ ന്യൂ ഡിവൈസ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ടാപ്പ് ചെയ്യുക ഡിവൈസിൽ. ഇതോടുകൂടി നമുക്ക് ഈ ഒരു നമ്മുടെ ബഡ്സ് ഇങ്ങനെ ഡിറ്റക്റ്റ് ആയിട്ട് വരും. ഡിറ്റക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം പോരാ. ഈ ഒരു ഡിവൈസ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാലാണ് ഇങ്ങനെ ഡിറ്റക്റ്റ് ആയിട്ട് വരിക. അതിനുശേഷം നമുക്കിങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം.
അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെർമിഷൻസ് എല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെയർ എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ആ ഒരു പെയറിംഗ് പ്രോസസ് കംപ്ലീറ്റ് ആയി. 100% ബാറ്ററി ഒക്കെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു സോങ് ഒന്ന് ഇതിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബഡ്സിൽ നമുക്ക് സിംഗിൾ ടാപ്പ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നമ്മുടെ കൈ തട്ടുമ്പം തന്നെ ചേഞ്ചസ് വരുന്നുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ടച്ച് കൺട്രോൾസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഈ ഒരു സിംഗിൾ ടാപ്പ് കൊടുക്കുമ്പോൾ കാണാനായിട്ട് പറ്റും, വോളിയം ഇങ്ങനെ കയറി പോകുന്നത് കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, സിംഗിൾ ടാപ്പ് കൊടുക്കുമ്പോൾ വോളിയം ഇങ്ങനെ ഇൻക്രീസ് ആകും. ഇനി നിങ്ങൾ ലെഫ്റ്റ് സൈഡാണ് കൊടുക്കുന്നതെങ്കിൽ വോളിയം ഇങ്ങനെ താഴോട്ട് വരുന്നത് കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, വോളിയം നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇൻക്രീസും ചെയ്യാം, ഡിക്രീസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ട്രാക്ക് പോസിലാണുള്ളത്. അത് നമുക്കിത് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ 2 തവണ ടാപ്പ് ചെയ്താൽ അത് നമുക്ക് പ്ലേ ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വീണ്ടും 2 തവണ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് പോസ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾ 3 തവണ ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് അത് പോകും. ഇനി ലെഫ്റ്റ് സൈഡിലാണ് നിങ്ങൾ ഇത്തരത്തിൽ 3 തവണ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും, അതുപോലെ 4 തവണ ടാപ്പ് ചെയ്താൽ ഇത്തരത്തിൽ വോയിസ് അസിസ്റ്റൻറ്റ് വേക്കപ്പ് ആകും. അപ്പോൾ നമ്മളിപ്പോൾ ടാപ്പ് ചെയ്തപ്പോൾ അത് പിന്നെ വോയിസ് അസിസ്റ്റൻ്റാണ് വേക്കപ്പ് ആയിട്ടുള്ളത് 4 തവണ ടാപ്പ് ചെയ്തതുകൊണ്ട്. ഇനി നിങ്ങളിങ്ങനെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ 3 തവണ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പ്രീവിയസ് ട്രാക്കിലേക്കും ഇത് വരും. സോ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ടച്ച് കൺട്രോൾസ് ആണ്. ഇനി നമുക്ക് ഇൻകമിംഗ് കോൾസ് വരുന്ന സമയത്ത് കോളിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്കത് കോൾ റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് കോൾ റിസീവ് ചെയ്യാം. ഇനി അഥവാ ഒരു കോൾ വരുന്ന സമയത്ത് അത് ഡിസ്കണക്റ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ബഡ്സിൽ നിങ്ങളിതാ ഇതേപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അത് കോൾ നമുക്ക് റിജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൺഗോയിങ് കോൾ ഡിസ്കണക്ട് ചെയ്യുന്നതിന് നമ്മൾ ഇത്തരത്തിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും ഡബിൾ ടാപ്പ് കൊടുക്കുക. കോൾ റിജക്റ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്യുക. മാത്രമല്ല ലോ ലാറ്റൻസി അപ് ടു 50 മൈക്രോ സെക്കൻഡ് വരെ ഈ ഒരു ബഡ്സിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എല്ലാം വളരെ മികച്ചതാണ് ഈ ഒരു ബഡ്സിൽ വരുന്നത്. നോയ്സ് ബഡ്സ് VS102 എലൈറ്റ് എന്ന ഈ ഒരു കിഡിലൻ ബഡ്സിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ബഡ്സ് മികച്ച ഓഫർ പ്രൈസിൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഇതിൻ്റെ ഓഫർ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാ ചാനൽസിൻ്റെയും ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.